മുഹമ്മദ് യൂനുസിന്റെ കയ്യിൽ നിന്നും മാങ്ങകൾ വാങ്ങാൻ നരേന്ദ്രമോദിക്ക് ലജ്ജയില്ലേ? കഴിഞ്ഞ ദിവസം മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിലെ ഹരിഭംഗ മാങ്ങ മോദിക്ക് സ്പെഷ്യലായി കൊടുത്തയച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും ചോര തിളയ്ക്കുകയായിരുന്നു. എന്നാൽ ആ മാങ്ങ ഇന്ത്യ നിഷേധിച്ചു. അതിനോട് തണുത്ത പ്രതികരണമായിരുന്നു ഇന്ത്യക്കുണ്ടായത്. അതിനു പിന്നിൽ യൂനുസിന്റെ ദ്രോഹങ്ങൾ തന്നെയായിരുന്നു കാരണം. ഇന്ത്യ പാക് സംഘർഷം ശക്തമാവുകയും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നീങ്ങുകയും ചെയ്ത നാളുകളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിലേക്ക് ബംഗ്ലാദേശി അതിർത്തി സേനയെ അയക്കാൻ മുഹമ്മദ് യൂനുസിന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് തകർത്തത് ബംഗ്ലാദേശ് സൈനിക മേധാവി വഖാർ ഉസ്സമൻ ആയിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തിയിലേക്ക് ബംഗ്ലാദേശ് അതിർത്തി സൈന്യമായ BGBയെ, അതായത് ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശിനെ അയക്കാനായിരുന്നു മുഹമ്മദ് യൂനുസിന്റെ പദ്ധതി. ഇന്ത്യയുടെ അതിർത്തി സേനയായ BSFുമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇന്ത്യ പാക് യുദ്ധത്തിനിടയിൽ ഒരു ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം അതിർത്തിയിൽ സൃഷ്ടിക്കാനായിരുന്നു യൂനുസിന്റെ പദ്ധതി. പാകിസ്ഥാനുമായുള്ള യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഈ നീക്കം കാര്യമാക്കില്ല എന്നും, പക്ഷേ ഈ സംഘർഷത്തിലൂടെ ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അവിശ്വാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന തനിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകും എന്നുമായിരുന്നു മുഹമ്മദ് യൂനുസിന്റെ കണക്കുകൂട്ടൽ. ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തിന്റെ പേരിൽ ജനങ്ങളുടെ ഇന്ത്യ വിരുദ്ധ വികാരം മുതലെടുത്ത് തനിക്ക് അനിഷേധ്യ നേതാവായി ബംഗ്ലാദേശിൽ തുടരാമെന്നും മുഹമ്മദ് യൂനുസ് കരുതി. ഇന്ത്യ വികാരം ആളിക്കത്തിച്ചും ബംഗ്ലാദേശ് ദേശീയ വികാരം ഉണർത്തിയും മുഹമ്മദ് യൂനുസിനൊപ്പം നിൽക്കാമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും ബംഗ്ലാദേശീയ പുതിയ പാർട്ടിയായ ജാതിയോ നാഗ്രിക് പാർട്ടിയുടെയും സംഘടനാ നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു. ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാനും ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസുൽ റഹ്മാനും ഇന്ത്യൻ അതിർത്തി സേനയുമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കാനുള്ള അന്തിമ പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ബംഗ്ലാദേശ് സൈനികരോട് ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സേനയുമായി സംഘർഷമുണ്ടാക്കാൻ നിർദ്ദേശം നൽകി. ഈ ബംഗ്ലാദേശ് അതിർത്തി സൈനികരെ സഹായിക്കാൻ ബംഗ്ലാദേശ് സേനയുടെ ചില ട്രൂപ്പുകളെ തൊട്ടുപിന്നിലായി മുഹമ്മദ് യൂനുസിന്റെ നിർദ്ദേശപ്രകാരം വിന്യസിപ്പിച്ചതായി പറയുന്നു. പക്ഷേ ഈ പദ്ധതി ബംഗ്ലാദേശ് സേനാ മേധാവി വഖാർ ഉസ്സമൻ മണത്തറിയുകയും അതേ ഉടനെ ബംഗ്ലാദേശ് അതിർത്തി സേനയുടെ മേധാവിയെ മേജർ ജനറൽ മുഹമ്മദ് അഷ്റഫ് ഉസ്മാൻ സിദ്ദീഖിയോട് ഇന്ത്യയുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് താക്കീത് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ അതിർത്തി സേനയുമായി വഴക്കുണ്ടാക്കാൻ തനിക്ക് ജമുനയിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ് മേജർ ജനറൽ മുഹമ്മദ് അഷ്റഫ് ഉസ്മാൻ സിദ്ദീഖി വിശദീകരിച്ചത്. അതായത് യൂനുസിന്റെ ബംഗ്ലാവ് ഇരിക്കുന്ന കെട്ടിടമാണ് ജമുന. ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയുമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കുന്നതോടെ ബംഗ്ലാദേശിന്റെ ദേശീയ വികാരം ആളിക്കത്തിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഇറക്കുക എന്നതായിരുന്നു മുഹമ്മദ് യൂനുസിന്റെ പദ്ധതി. കൃത്യസമയത്ത് തിരഞ്ഞെടുപ്പ് നടത്താത്തതിലും മറ്റും തനിക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അതൃപ്തി ഈ ദേശീയ വികാരത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകും എന്ന് തന്നെയാണ് മുഹമ്മദ് യൂനുസ് കരുതിയത്. എന്തായാലും ഈ പദ്ധതി ബംഗ്ലാദേശ് പട്ടാള മേധാവി തകർക്കുകയായിരുന്നു. അന്ന് മോദിയും ഇന്ത്യയും പ്രതിരോധത്തിലാക്കാൻ തുനിഞ്ഞ മുഹമ്മദ് യൂനുസ് ആണ് ഇപ്പോൾ മോദിക്ക് 1000 കിലോ ഹരിഭംഗ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മാങ്ങ അയച്ചു കൊടുത്തത്. 60 കാർട്ടണുകളിൽ ആക്കിയാണ് ഇത്രയും മാങ്ങ ഖോറാലാൻഡ് പോർട്ട് വഴി അയച്ചത്. പക്ഷേ ഇന്ത്യയിൽ നിന്നും ഇതിന് വലിയ പ്രതികരണം ഉണ്ടായില്ല. സാധാരണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എല്ലാ വർഷവും മോദിക്ക് മാങ്ങ അയച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. സ്ഥാനഭ്രഷ്ടയായ ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ് കഴിയുന്നത്. ബംഗ്ലാദേശ് പുറത്താക്കിയ ഷെയ്ഖ് ഹസീനയ്ക്ക് നരേന്ദ്രമോദിയാണ് അഭയം നൽകിയത്. എന്തായാലും യൂനുസിന്റെ ഈ പദ്ധതികളെക്കുറിച്ച് ഇന്ത്യക്ക് വിവരമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്നുള്ള ആ ഒരു സൂചന യൂനുസിന് ലഭിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യയെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം യൂനുസ് ചെയ്തു. പക്ഷെ അത് നരേന്ദ്രമോദി അറിഞ്ഞില്ല എന്ന മട്ടിലാണ് മോദിക്കായി ഇപ്പോൾ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ കലർത്തി അദ്ദേഹം ഗിഫ്റ്റ് കൊടുത്തയച്ചത്. ആ ഗിഫ്റ്റിനോടുള്ള ആ ഒരു തണുത്ത പ്രതികരണം മാത്രം മതി യൂനുസിനെ താൻ നോട്ടമിട്ടിട്ടുണ്ട് എന്ന മോദിയുടെ നിലപാട് അതാണ് എന്ന് മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ.